വയനാട് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി. അടുത്ത മാസം അവസാനത്തോടെ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. 14-15 തീയതികളിൽ ചേർന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ നമുക്ക് അന്തിമാനുമതി നൽകുന്നതിനുള്ള ശുപാർശകൾ നേരത്തെ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അന്തിമമായ ഉത്തരവ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് EC നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ജൂലൈ മാസം അവസാനത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് നമുക്ക് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, ഗുഡ് ഈവനിംഗ്. ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്ന് കേന്ദ്രത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വയനാട് തുരങ്കപാതയ്ക്ക് ഒരു ജീവൻ വിൽക്കുന്നു. കൂടുതൽ അത് സുഗമമായി പോകാൻ പോകുന്നു. കാരണം നിർമ്മാണ പ്രവർത്തികൾ അടുത്ത മാസം ആരംഭിക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാ നടപടികളും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ അവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ MLA അടക്കം പറയുന്നത്. വിവരങ്ങൾ എന്താണ്? ഗുഡ് ഈവനിംഗ് പ്രജിൻ സൂചിപ്പിച്ചതുപോലെയാണ് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർദ്ദിഷ്ട തുരങ്കപാതയ്ക്കാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ചേർന്നിട്ടുള്ള യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ അന്തിമ അനുമതി ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വളരെ വളരെ വേഗത്തിൽ ഇത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ആനക്കാമ്പോയിൽ, കള്ളാടി, മേപ്പാടി തുരങ്കപാതയ്ക്കാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ അനുമതി ലഭ്യമായ പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിയിലേക്ക് നീങ്ങാൻ കഴിയും. നേരത്തെ തന്നെ ഇതിന്റെ കരാർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരുന്നു. 2134 കോടി രൂപയ്ക്കാണ് ഇത് അത്രയാണ് ഈ തുകയാണ് ഇതിന്റെ ഒരു നിർമ്മാണ ചെലവായി കണക്കാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ നടപടികളെല്ലാം തന്നെ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ത്രികക്ഷി കരാറിലായിരിക്കും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. പൊതുമരാമത്ത് വകുപ്പ്, അതുപോലെ തന്നെ കിഫ്ബി, കൂടാതെ കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കമ്പനികളെയും സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായും 3 കമ്പനികൾ, ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ, അതുപോലെ കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ ഈ രണ്ട് കമ്പനികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാർ നൽകിയിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭ്യമായതോടുകൂടി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കടക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ അടുത്ത മാസം തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഏതായാലും കേരളം കാത്തിരുന്ന ഒരു വാർത്തയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നിർദ്ദിഷ്ട തുരങ്കപാതയ്ക്ക് കേന്ദ്രം അനുമതി ലഭ്യമായിരിക്കുന്നു. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭ്യമായതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പ്രജിൻ. അങ്ങനെ EC ക്ലിയറൻസ് ലഭിക്കുന്നു. അതാണ് ഇപ്പോൾ ഒരു പോസിറ്റീവായ വാർത്തയായി മാറുന്നത്. അടുത്ത മാസം നിർമ്മാണം തുടങ്ങാൻ കഴിയും എന്നാണ് നിലവിൽ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്.